എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി PG കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് admissions.keralauniversities.ac.in/pg2024/index.php എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിലാണ് അതുപോലെ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും ഏത് കോഴ്സിലാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീസ് അടച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഇവിടെ ആയിട്ട് അതായത് നിങ്ങൾക്ക് ഇവിടെ ഷെഡ്യൂൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷെഡ്യൂൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇവിടെ അഡ്മിഷൻ ഷെഡ്യൂൾ ഫോർ PG അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കറക്റ്റായിട്ട് എത്ര രൂപയാണ് ഫീസ് നിങ്ങൾ അടക്കേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞത് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്നാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം 24-ാം തീയതി മുതൽ 26-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 29-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീസ് അടക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതാണ്. അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ അപേക്ഷയിൽ നൽകിയിട്ടുള്ള എല്ലാവിധ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കേണ്ടതാണ്. അപേക്ഷയിൽ ഉൾപ്പെടുത്താത്ത ഡോക്യുമെൻറ്റുകളൊന്നും അഡ്മിഷൻ ടൈമിൽ സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അപേക്ഷയിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റിൻ്റെ വിവരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ ഹാജരാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജ് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഇനി വേണ്ട എങ്കിൽ അത് റിമൂവ് ചെയ്യേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്റല്ല ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുകയും പിന്നീട് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ്. SC ST OEC വിദ്യാർത്ഥികൾക്ക് 200 രൂപയും അതുപോലെ തന്നെ മറ്റുള്ള കാറ്റഗറിക്ക് 1030 രൂപയുമാണ് PG അഡ്മിഷൻ്റെ ആ ഒരു മാൻഡേറ്ററി ഫീസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കോളേജിൽ വിളിച്ച് മറ്റെന്തെങ്കിലും ഫീസ് അടക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം കൂടി പ്രത്യേകം അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.